EVM മെഷീനെ കുറിച്ച് ആരോപണങ്ങൾ നേരത്തെയുണ്ട്. എന്നാൽ ഒന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതിയും വിശദമായി ഇക്കാര്യം പരിശോധിച്ചതാണ്. അവിടെയും തെളിവുകൾ ഹാജരാക്കാൻ EVM മെഷീൻ, വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന തെളിവ് ഹാജരാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ EVM മെഷീനുകൾ വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ സാധാരണമാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഒരു തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല എന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. അപ്പോൾ എന്തോ ചിലതൊക്കെ ചിലപ്പോൾ നടന്നേക്കാം എന്ന സംശയം പൊതുവെ ഉയരുന്നുണ്ട്. 102 സീറ്റിലാണ് UDF ജയിച്ചത്. 102 സീറ്റിൽ ജയിക്കുമെന്ന് നേരത്തെ UDF നേതാക്കൾ പറഞ്ഞിരുന്നു. 12ഓളം മന്ത്രിമാർ തോൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു UDF നേതാക്കൾ വളരെ മുമ്പ് തന്നെ. പിണറായി മത്സരിച്ച ധർമ്മടം മണ്ഡലത്തിൽ ആദ്യത്തെ 5 റൗണ്ടിൽ പിണറായി പുറകോട്ട് പോകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു UDF നേതാക്കൾ. അതൊക്കെ വെറുതെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതാണ് എന്നാണ് കരുതിയത്. സ്വന്തം പ്രവർത്തകർക്ക്, അണികൾക്ക് ആവേശം പകരാനുള്ള പ്രസംഗങ്ങളിലെ വാചകങ്ങളാണ് എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോഴാണ് സംശയം ഉയർന്നത്. ഇപ്പോഴിതാ കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നു. വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്ത് താങ്കളെ വിജയിപ്പിക്കാം. മറ്റൊരാൾ മുഖാന്തരമാണ് എന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളാണ് എന്നെ ബന്ധപ്പെട്ടത്. അദ്ദേഹം ഒരിക്കലും എന്നെ ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു മണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു, കോഴിക്കോടുള്ള നമ്മുടെ റിയാസ് മിനിസ്റ്റർ മത്സരിച്ച മണ്ഡലത്തിൻ്റെ പേരൊന്ന് ബേപ്പൂർ മണ്ഡലത്തിൽ അവരിത് ചെയ്യുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സമീപിച്ചത്. ഇല്ല, ഞാൻ ആദ്യം അതിനെ പറ്റിയിട്ട് കേൾക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് വീണ്ടും എന്നോട് പറയുകയാണ് അത് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 14-ാം തീയതിയോടുകൂടി തന്നെ കൃത്യമായ കണക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. ഇത് 4-ാം തീയതി ആ കണക്ക് നോക്കിയിട്ട് അത് കറക്റ്റാണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി, ഇപ്പോൾ ഒരു അഡ്വാൻസ് മാത്രം മതി എന്ന രീതിയിലൊക്കെ ആയിരുന്നു അന്നത്തെ അവരുടെ ചർച്ച. കൃത്യം കണക്കാണ് പറഞ്ഞത്. പണം ആദ്യം തരേണ്ട, അഡ്വാൻസ് മാത്രം ഇപ്പോൾ തന്നാൽ മതി. കൃത്യം കണക്ക് വോട്ടെടുപ്പിന് ശേഷം പറയാം എത്ര വോട്ടിന് വിജയിക്കുമെന്ന്. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം ശേഷിക്കുന്ന പണം തന്നാൽ മതി എന്ന് പറഞ്ഞത് ചെറിയ ആളല്ല, കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് നേതാവ് ഇക്കാര്യം ഷാനവാസിനോട് പറയുന്നു, LDF സ്ഥാനാർത്ഥിയോട് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ, ബേപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങളിത് ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ ഇക്കാര്യം ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയുന്നു. ഏതാണ് ശരി, പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. കോൺഗ്രസ് നേതാവ് പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല, ആരെയും കണ്ടിട്ടില്ല, എനിക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. എന്നിരുന്നാലും സംശയങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും നീക്കം നടത്തുകയോ അതല്ലെങ്കിൽ അതിന് പണം കൈമാറുകയോ അത് നടക്കുകയോ ചെയ്തിട്ടുണ്ടോ? അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. കാരണം പാർട്ടി കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് തന്നെ. എന്തായാലും സംശയം മെല്ലെ ഉയർന്നു വന്നിട്ടുണ്ട്, വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്, നിഷേധവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുമോ? ഒരു സാധ്യതയുമില്ല. UDF ആണ് അന്വേഷണം നടന്നാൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുക. UDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു അന്വേഷണവും നടക്കാൻ സാധ്യതയില്ല. എന്താണോ ഡൽഹിയിൽ നടക്കുന്നത്, എന്താണോ BJP ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് കേരളത്തിലും കാര്യങ്ങൾ നടന്നത് എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.